ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വ്ളോഗിൽ ഞാൻ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ അനിയത്തിയും മോനും വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഹൈലൈറ്റ് മാളിലൊന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ വിശേഷങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് പുറത്തു പോകാനൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനാണ് നോക്കുന്നത്. അനിയത്തി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ വീട്ടിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മാറ്റി നിൽക്കണം. എന്നാലേ ഉള്ളൂ കുറച്ച് സമയമൊക്കെ നമുക്ക് ഹൈലൈറ്റിലൊക്കെ പോയി നിന്ന് അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അവൾക്കാണെങ്കിൽ ഉച്ചയാകുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചു വരണം എന്നുമാണ് പറഞ്ഞത്. ഇന്ന് എണീറ്റ പാടന്നെ നേരെ മുറ്റത്തേക്കാണ് പല്ലും തേച്ച് വെള്ളം കുടിച്ചേരെ പോകുന്നത്. അടുക്കളയിൽ ഒരു പണിയും തുടങ്ങിയിട്ടില്ലേ. ഇനി ഈ പുറത്തത്തെ മുറ്റടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ടൊക്കെ വേണം ചായ ഉണ്ടാക്കാനായിട്ട്. ഏട്ടന് പോകേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ ഏട്ടൻ ജിമ്മിന് പോയിക്കുകയാണ്, ഇതുവരെ വന്നിട്ടില്ലേ. ഞാനാണെങ്കിൽ വെക്കേഷൻ ആയപ്പം അധികം നേരത്തെ ഒന്നും എണീക്കാറില്ല. അത് പിന്നെ എല്ലാ വീട്ടിലുള്ളതല്ലേ, വെക്കേഷൻ ആയാലും ചെറിയൊരു കുമ്മടി. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞേരെ പിന്നെ നേരെ തുടയ്ക്കാനാണ് പോകുന്നത്. കൊല ഇപ്പോൾ എന്നും തുടയ്ക്കേണ്ട അവസ്ഥയാട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു തണ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിറയെ പൊടിയായിരിക്കും ഇതിൽ. ആദ്യമാണെങ്കിൽ പൂച്ചേൻ്റെ ശല്യമായിരുന്നു, ഇപ്പോൾ അതില്ലേ. എന്നാലും പൊടീനെ കൊണ്ടൊരു രക്ഷയില്ല. പിന്നെ എന്നും തുടയ്ക്കും കേട്ടോ, കൊലായി മാത്രം. അകൊക്കെ പിന്നെ ഞാൻ ഒന്നരാടനാട്ടോ തുടയ്ക്കാറുള്ളത്. സിയമോളാണെങ്കിലും അങ്ങനെ ചവിട്ടി കൂട്ടി വൃത്തിയേടൊന്നും ആക്കൂല. ഇന്നിപ്പം പുറത്തു പോകാനുള്ള സന്തോഷത്തിൽ നേരത്തെ എണീറ്റിട്ടൊക്കെ ഉണ്ടേ അവള് കുളിക്കാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ ഞാൻ വിളിച്ച് വെറുപ്പിച്ചിട്ടാണ് എണീക്കുക. 8 മണി ആയാലും എണീക്കാത്ത ആളാണ്. ഇന്നിപ്പം ഞാൻ വിളിക്കേണ്ട ഒരു കാര്യം വന്നിട്ടില്ല. അവളെന്നെ എണീറ്റ് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗത കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയും പുറത്തുനിന്ന് തിരിഞ്ഞ് കളിക്കുകയാണെങ്കിൽ ഏട്ടൻ പോകുമ്പോഴത്തേക്ക് ചായൻ്റെ പണിയൊന്നും കഴിയില്ല. ഇന്ന് ഞാൻ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കുന്നത്, പുട്ടും കടലക്കറിയും. ഇങ്ങനെ എവിടെയെങ്കിലും പോകാനുള്ളപ്പോഴോ തിരക്കുള്ളപ്പോഴോ ഒക്കെ ഞാൻ പുട്ട്, ഉപ്പുമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി അങ്ങനത്തതൊക്കെ ആട്ടോ ഉണ്ടാക്കുക. ഈ പത്തിരി, ചപ്പാത്തി അതൊക്കെ അത്യാവശ്യം നമ്മൾ വേറെ ഒരു തിരക്കും ഇല്ലാത്തപ്പോൾ അങ്ങനെയൊക്കെ ആട്ടോ ഉണ്ടാക്കാറുള്ളത്. അതിനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ, പരത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണ്ടേ. ഇതാകുമ്പം പുട്ടാകുമ്പം നമുക്ക് അത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ പണിക്ക് പോവാമല്ലോ. പുട്ടിനുള്ള പൊടിയിൽ വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് സമയം കഴിയല്ലോ ഒന്ന് പൊതിർന്ന് സെറ്റാവാനായിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് വേഗം കടല കുക്കറിൽ വെക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മസാലക്കറി പോലെയാട്ടോ ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വറുത്തരച്ച് വെക്കാറുണ്ട്, പച്ചത്തേങ്ങ അരച്ച് വെക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എളുപ്പം. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കുക്കറിലിട്ട് വിസിലടിച്ചാൽ മതിയല്ലോ. ഞാനിതിൽ ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ ചിക്കൻ മസാല ഇടാം. പക്ഷെ ഞാൻ ചിക്കൻ മസാല ഇടാറില്ല, ഗരം മസാലയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. ഈ ഒരു പാത്രം കണ്ടില്ലേ, ഇതാണ് എൻ്റെ മസാലപ്പൊടികളൊക്കെ ഇട്ടേക്കുന്നത്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനിതിൽ ടാഗ് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ നേരെ വന്നത് തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങ ശരിക്കും എൻ്റെ കയ്യിൽ പൊളിച്ച് വെച്ചത് ഉണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഞാൻ നേരത്തെ അകത്തേക്ക് കയറിപ്പോയത്. മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞേരെ അല്ലെങ്കിൽ ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്തേക്ക് കയറുള്ളൂ. തേങ്ങേൻ്റെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ കരുതി അത്യാവശ്യം വലുതായിരിക്കുന്നു. പക്ഷെ പൊളിച്ച് നോക്കുമ്പോൾ കൊരട്ട പോലത്തെ ഒരു തേങ്ങയായിരുന്നേ. കൊരട്ട എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോഴോ പേരിനൊരിത്തിരി വെള്ളവും, അതാണെങ്കിലോ പകുതിയും താഴെയും പോയി. അപ്പോഴേക്ക് ഏട്ടൻ ജിമ്മിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഞാനീ സംസാരിക്കുന്നത് ഏട്ടനോടാട്ടോ. അപ്പോൾ ക്യാമറ ഇവിടെ ഓണാക്കി വെക്കുന്നതുകൊണ്ട് ഈ പരിസരത്തേക്ക് വരാതെ മാറി നിൽക്കുകയാണേ. പിന്നെ ഞാൻ നേരെ പോയത് നമ്മുടെ പോപ്പിക്കുട്ടീൻ്റെ അടുത്തേക്കാണ്. ആൾ കുറേ നേരമായിട്ടോ എണീറ്റിട്ട്. സിയെ എണീറ്റതിൻ്റെ സൗണ്ടും ഞങ്ങൾ എല്ലാവരും സൗണ്ട് കേട്ടാൽ പിന്നെ ആശാൻ തീരെ കൂട്ടിലിരിക്കില്ല കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എൻ്റെ കയ്യിൽ ഫുഡിൻ്റെ സിറിഞ്ച് കണ്ടാൽ അപ്പോൾ ആൾ അവിടെ എത്തും കേട്ടോ. ഞാനൊന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ആളിവിടേക്ക് പറന്ന് വന്നിട്ടുണ്ട്. വരുന്നത് കണ്ടായിരിക്കും അത് കംപ്ലീറ്റ് കഴിക്കുന്നത്. ഒരു
ഇത്തിരി ഒന്ന് തായിക്കതിന് ശേഷം അവൻ്റെ പാട്ടിന് പോട്ടോ. പിന്നെ വിളിച്ചാലൊന്നും വരില്ല. പിന്നെ ആ ഫുഡ് അവിടെ വേസ്റ്റ് ആവും. അവന് വേണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഈ ഒരു കൊമ്പുമ്മൽ ഇരുന്നോളൂ കേട്ടോ. ചിലപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നതും കാണാം. അങ്ങനെ അവനെ കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പണിക്ക് പോയേ. അപ്പോഴേക്കും നമ്മുടെ സേക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. തല തോർത്തുന്ന സ്വഭാവം പണ്ടേ ഇല്ല കേട്ടോ. ഇങ്ങനെ തലയിൽ ഒരു കെട്ടുമായിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ ഞാനത് പുറത്ത് വന്നിട്ട് വേണം കേട്ടോ തലയൊക്കെ തോർത്തി കൊടുക്കാനൊക്കെ ആയിട്ട്. എൻ്റെ കുളിയൊന്നും കഴിയാത്തതുകൊണ്ട് ഇന്ന് സിയക്കുട്ടിയാണേ വിളക്ക് വെക്കുന്നത്. ഇതുപോലെ ഞാൻ നേരം വൈകുന്ന സമയത്തൊക്കെ അവളാട്ടോ വിളക്ക് വെക്കുക. വെക്കേഷൻ ആയാലും പിന്നെ ലേറ്റായി എണീക്കുകയാണെങ്കിലും അവൾ തന്നെയാട്ടോ വിളക്ക് വെക്കാറുള്ളത്. ഞാൻ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അധികം കുളിക്കാറുള്ളത്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് ചന്ദനത്തിരിയും കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൊല്ലായിൽ സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ പോകുന്നതിനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. അനിയത്തി എപ്പോഴാണ് വരിക, അതുപോലെ നിങ്ങളെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഓട്ടോ ഒക്കെ ഏർപ്പാടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഓട്ടോ കിട്ടാൻ ഇവിടെ ഒന്നും അധികം പാടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് താഴെ ഇവിടെ റോഡിൻ്റെ അവിടെ പോയി നിന്നാൽ പെട്ടെന്ന് തന്നെ ഓട്ടോ ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഏട്ടൻ വേഗം പോവാണേ. സമയം ഇന്ന് കുറച്ച് ലേറ്റ് ആയിക്കുന്നു. അധികം 9 മണീൻ്റെ മുമ്പ് തന്നെ പോകുന്നതാട്ടോ. ഇന്നിപ്പോൾ 9:15 ആയിട്ടുണ്ട്. ഇനി എനിക്ക് ചായ ഉണ്ടാക്കിയ പാത്രം ഒന്ന് കഴുകാനും അതുപോലെ കുളിക്കാനും ആണ് ഉള്ളത്. പിന്നെ ഞാൻ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ മെഷീനിലിടാൻ ഇട്ടോ. കല്ലിലുള്ളതൊന്നും ഇടാനായിട്ട് ഇന്ന് അധികമൊന്നുമില്ല. അപ്പം അതിന് മുമ്പേ ഒന്ന് ചെടിക്കും കൂടെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതിയേ. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നനയ്ക്കുമ്പോൾ എങ്ങനെയായാലും മേലാകും. ഇത് ഞാൻ ഈ പറിക്കുന്നത് പോപ്പിക്കുട്ടിക്ക് കൂട്ടിൽ വെച്ച് കൊടുക്കാനുള്ള ഇലകളാണ്. തുളസീൻ്റെ ഇല, കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, പിന്നെന്തേനി ആര്യവേപ്പ്, വെള്ളത്തണ്ട്, ഇതൊക്കെയാട്ടോ ഞാൻ കൂട്ടിൽ വെച്ച് കൊടുക്കുക. അതൊക്കെ ആകുമ്പോൾ പിന്നെ അത് കുറേ നേരം അതും കടിച്ച് പൊട്ടിച്ച് അങ്ങനെ നിന്നോളൂ കേട്ടോ. പിന്നെ എനിക്ക് അടുക്കളയിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകാനുണ്ടായിരുന്നേ. അതും കൂടെ കഴിഞ്ഞേരം പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. ഞങ്ങളിനി ചായ കുടിക്കാൻ പോവുകയാണ്. അങ്ങനെ എൻ്റെ മാറ്റിലൊക്കെ കഴിയുമ്പോഴേക്ക് അനിയത്തി മോനൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. 11 മണി എന്ന് പറഞ്ഞിട്ട് അവരെത്താനായിട്ട് 11:30 ആയിട്ടുണ്ട്. സിയേൻ്റെ മാറ്റിലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡ്രസ്സൊക്കെ മാറി, പക്ഷേ മുടിയൊന്നും കെട്ടിട്ടില്ല. അതൊക്കെ പിന്നെ മേമ വന്നതിന് ശേഷം കേട്ടോ. മേമേനെ കൊണ്ട് ചെയ്യിക്കാന്ന് പറഞ്ഞ് കാത്തു നിന്നതാണ്. അപ്പോൾ ഡ്രസ്സ് തന്നെ അവൾക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അപ്പം മേമയും പറഞ്ഞ് അവളോട് മാറ്റിക്കോളാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണേ. അനിയത്തി വണ്ടി എടുക്കുന്നില്ലേ, അവളിവിടെ വെച്ചിട്ട് ഞങ്ങൾ 4 ആളും കൂടെ ഓട്ടോനാണേ പോകുന്നത്. അപ്പോൾ ഒന്ന് താഴോട്ടേക്ക് പോയാൽ മതി, അവിടെ നിന്ന് ഞങ്ങൾക്ക് വേഗം ഓട്ടോ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ 4 ആളും കൂടെ മാത്രമായിട്ട്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിൽ പോയാൽ അവിടുന്ന് അമ്മയും അതുപോലെ അമ്മേൻ്റെ ഏച്ചീനിയൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാറുണ്ട്. ഇങ്ങനെ 4 ആളും കൂടെ പോകുന്നത് ഹൈലൈറ്റിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഞങ്ങളെ മെയിൻ റോഡിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ അവിടെ നിന്നാൽ വേഗം തന്നെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടും. അങ്ങനെ അവിടെ എത്തി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഓട്ടോയും കിട്ടിയിട്ടുണ്ട്. അപ്പം നേരിട്ട് ഞങ്ങൾ ഹൈലൈറ്റിലേക്ക് പോവാണ്. അധിക ദൂരമൊന്നുമില്ല, ഒരു 15 മിനിറ്റൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടുന്ന് ഹൈലൈറ്റിലേക്ക്. അങ്ങനെ ഒരു 12 മണിക്ക് ആവാറായപ്പം തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. കയറി നോക്കുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഒന്നാമത് ഇന്ന് വർക്കിംഗ് ഡേയും പിന്നെ വെള്ളിയാഴ്ചയാണ്. ഈ ഉച്ച സമയത്തൊക്കെ ആകുമ്പം എല്ലാവരും പള്ളിയിൽ പോകുന്ന സമയമൊക്കെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ആദ്യം കയറിയത് ഈസി ബൈ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാട്ടോ. അനിയത്തിക്ക് അവിടുന്ന് ചുരിദാറൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതുപോലെ സിയയ്ക്ക് ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏറ്റവും മുകളിലുള്ള ഫുഡ് കോർട്ടിലേക്കാണ്. അപ്പോൾ അവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എങ്ങനെയായാലും ഒരു 10-20 മിനിറ്റ് എടുക്കും. അപ്പം മോന് ഞങ്ങൾ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ പിന്നെ ഈ ബ്രോസ്റ്റ് അങ്ങനത്തെ ഒന്നും കഴിക്കില്ല കേട്ടോ. ഞങ്ങൾ ബ്രോസ്റ്റിൻ്റെ ഒരു കോംബോ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ഒരു ചെറിയൊരു കേക്കും വാങ്ങിയിട്ടോ, ഒരു കുഞ്ഞി കേക്ക് പിസ്തേൻ്റെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഏറ്റവും താഴെയുള്ള നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് ചുറ്റിയടിച്ച് നടക്കാമല്ലോ, ഏതായാലും ഇവിടെ വന്നതല്ലേ. പിന്നെ അവിടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എപ്പം ഞാനിവിടെ വന്നാലും ഒന്നും വാങ്ങാനില്ലെങ്കിലും അവിടെ കയറാറുണ്ട്. എൻ്റെ കൂടെ +2 പഠിച്ചതാട്ടോ. ഞങ്ങളങ്ങനെ 9 പേരുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ +2 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവരായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളിതാ ഇത്ര കാലം വരും കൊണ്ട് നടക്കുന്നതാണ്. ഡിഗ്രിക്ക് പഠിച്ചതിൽ എനിക്ക് 2 ആളായിട്ടേ ഉള്ളൂ കേട്ടോ കമ്പനി. അവരായിട്ട് ഫോൺ വിളിക്കാറൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ അതിലും കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളത് ഞങ്ങളുടെ +2 ഈ ബാച്ചായിട്ടാണ്. ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കൂടിക്കാണലൊക്കെ ഉണ്ട് കേട്ടോ, ഓരോ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ. അപ്പോൾ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രണ്ട്, ബിജിതാണ് കേട്ടോ അവളുടെ പേര്. അപ്പോൾ ഇപ്പോൾ കണ്ടിട്ട് കുറേ ആയി. അവസാനം ഞങ്ങൾ കണ്ടതെന്നാൽ ഇവിടെ വന്നപ്പം തന്നെയായിരിക്കും, അതിന് മുമ്പ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അവളോട് സംസാരിച്ചൊക്കെ നേരെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. കഴിഞ്ഞ തവണ ഏട്ടൻ്റെ കൂടെ വന്നപ്പം ഒരു ബോട്ടിൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നേ, ഇന്നപ്പോൾ അത് അവളെടുത്തിട്ടോ. പിന്നെ പാനുകൾ അങ്ങനത്തതൊക്കെ കണ്ടാൽ പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ നോക്കി നിൽക്കാതിരിക്കൂലല്ലോ. എനിക്ക് ഈ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ എൻ്റെ കണ്ണ് ആദ്യം അങ്ങോട്ടാട്ടോ പോവുക. അങ്ങനെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്. ഈ കപ്പ് എന്ന് പറഞ്ഞത് അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടോ. അത് എപ്പം വന്നാലും ഞാൻ എടുക്കുന്നൊരു കാര്യമാണ്. പിന്നെ അനിയത്തിക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ടായിരുന്നേ, അവളാട്ടോ കൂടുതൽ സാധനങ്ങളൊക്കെ എടുത്തത്. ഞങ്ങൾ പിന്നെ ഇതിന് മുമ്പ് വന്നപ്പോൾ ഒരുപാട് എന്തൊക്കെയോ വാങ്ങിയോണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും എടുക്കാനില്ല കേട്ടോ. പിന്നെ എല്ലാം ബില്ലാക്കിയിട്ട് ഞങ്ങൾ വേഗത ഇറങ്ങുകയാണ്. ഇപ്പം തന്നെ സമയം ഒരു 2:30 ആവാനായിട്ടുണ്ട്. 3 മണിക്കാട്ടോ അനിയത്തിക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയേ. പോയതും വന്നതും ഒക്കെ ഓട്ടോയിലായതുകൊണ്ട് അങ്ങനെ വലിയ ക്ഷീണമൊന്നുമില്ലായിരുന്നു. പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ പോപ്പിക്കുട്ടിക്ക് ഭയങ്കര ദേഷ്യം, ഞങ്ങൾ ഒറ്റയ്ക്കാക്കി പോയേണ്ടേ. പിന്നെ ആൾക്ക് ഇപ്പോൾ ഒരു പുതിയ ശീലം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കൂടിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അപ്പം ഇങ്ങനെ അവിടെ പറ്റി കിടക്കും. നമ്മൾ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സിയാണ് കേട്ടോ അധികം ഇതിൽ പെട്ടുക. ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആളവിടെ കിടക്കും. പിന്നെ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തോ പോലെ ഇങ്ങനെ നമ്മുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. മക്കൾസ് വന്ന പാടന്നെ എന്താ കവറിൽ വാങ്ങിച്ചത് എന്നതൊക്കെയാണ് നോക്കുന്നത്. അവർക്കറിയാം അവർക്കുള്ള സാധനങ്ങൾ തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ ആ കളറിംഗ് ബുക്കൊക്കെ മോനുള്ളതാണ്. പിന്നെ ആ ബ്ലാക്ക് വാട്ടർ ബോട്ടിലാട്ടോ സിയക്കുട്ടിക്ക് വാങ്ങിയത്. ഇതിൽ ഞങ്ങളതെന്ന് പറയാം, ഞാനൊരു ഫൗണ്ടേഷൻ വാങ്ങി, പിന്നെ ഒരു കപ്പും സിയയ്ക്ക് ഒരു ടോപ്പല്ല ബനിയനും, പിന്നെ എന്തായിരുന്നു ഏട്ടനൊരു ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4-5 സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇതാണ് സിയേൻ്റെ ബനിയട്ടോ. അവൾക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട് പോവാൻ, അപ്പോൾ അതിനിടാന്നാണ്. അനിയത്തി എടുത്ത ടോപ്പ് ഇതാണ്. അതൊക്കെ റേറ്റ് കുറവാട്ടോ, 400 സംതിങ് ഇട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം വെള്ളമൊക്കെ കലക്കിയിട്ടോ. ഇത് ടാങ്കാണ് കലക്കിയത്, നമ്മുടെ ലെമണിൻ്റെ അതില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ സാമ്പിൾ പോലെ ചെറിയൊരു പാക്കറ്റ് വാങ്ങിച്ച് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
പിന്നെ മക്കൾസ് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. മുറ്റത്തുനിന്ന് അവർ ഒളിച്ച് കളിക്കുകയാണ്. ഇവിടെ വന്നാൽ അധികം ഓടിക്കളിയാണ് രണ്ടാളും. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഇതാ ചൂടെടുത്ത് ക്ഷീണിച്ച് ഫാനിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുകയാണ് രണ്ടാളും. അനിയത്തി ഇതാ അപ്പോഴേക്കും പോകാനുള്ള പരിപാടിയൊക്കെ നോക്കുക കേട്ടോ. അവൾക്ക് പോയിട്ട് ഇനി കുറച്ച് പണികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾക്ക് പിന്നെ നാളെ ആണെങ്കിൽ പോകാനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പേ ഒക്കെ ഒരുക്കിയൊക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടേ ഒരു 5 മണിക്ക് ആകുമ്പോൾ തന്നെ അവരിതാ ഇറങ്ങാനായി നിൽക്കുകയാണേ. അച്ചുവിന് തിരിച്ചു പോകാനായിട്ട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലേ. ഇവിടെ വന്നാൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് ഭയങ്കര കളിയായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ ഏട്ടൻ്റെ മക്കളൊന്നും വരാത്തതുകൊണ്ടാണ്, അവർ ഉറങ്ങിപ്പോയോണ്ടേ. അല്ലെങ്കിൽ ഇവർ 4 ആളും കൂടി അവിടുന്ന് കളിക്കുക. വീട് ചുറ്റും ഓട്ടവും ഒളിച്ച് കളിയും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അനിയത്തി ഓരോന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് കൊണ്ടുപോകും കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവർ പോകാനായപ്പോഴത്തേക്കും സിയും കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നു. ഇന്ന് രാവിലെ മുതൽ അവർ ഒരുമിച്ച് തന്നെയായിരുന്നല്ലോ പുറത്തു പോയതും അങ്ങനെയൊക്കെ ആയിട്ടേ. ഇനി അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യുകയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.